നിങ്ങൾ ഇതുവഴി മഴക്കാലത്ത് നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനപ്പം നമ്മുടെ റിസോർട്ടിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇനി 37 കിലോമീറ്റർ കാണിക്കുന്നത്. വീട്ടിൽ ചേട്ടൻ വന്ന് നമുക്ക് അവർ നമ്മളെ പേര് കൺഫേം ചെയ്തു. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാണ്. ഇതേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും നമ്മുടെ ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും ദൂരത്തായിട്ട്. അപ്പോൾ നമ്മൾ ഈ കർട്ടൻ ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഈ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂ. ഈ ഒരു ബാത്റൂമിലൊരു ബ്ലൈൻഡ്സ് ഉണ്ട് കേട്ടോ. ഇത് പൊന്തിച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സമയം അങ്ങനെ രാവിലെ 9:30 സമയത്തെ ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മേഖലയ്ക്ക് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻട്രോവും അതുപോലെ തന്നെ ഈ ഒരു ലുക്കൊക്കെ മൊത്തത്തിൽ മാറിയിട്ടാണുള്ളത്. ഞാനിന്ന് ചെയ്യുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ബസ്സിൻ്റെ വീഡിയോ അല്ല. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ലത്, എൻ്റെ വൈഫുണ്ട്, അതുപോലെ തന്നെ മോൻ്റെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് ഒരു കാരാപ്പുഴ ഒരു ഡാമുണ്ട്. ആ ഒരു ഡാമിൻ്റെ അടുത്ത് ഒരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പോകുന്നതാണ്. വേറെ കൂടുതൽ സ്ഥലങ്ങളൊന്നും അങ്ങനെ വാച്ച് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടങ്ങി. സമയം ഇപ്പം ഏകദേശം 12:20 ഇപ്പോൾ ഉള്ളത്. ഏകദേശം നമ്മൾ നെടുമ്പോയിൽ എത്താറായിട്ടുണ്ട്. നെടുമ്പോയിൽ നമ്മൾ പാൽച്ചുരം കയറിയിട്ടാണ് പോകുന്നത്. മറ്റേ നമ്മൾ നെടുമ്പോയിൽ ചുരം പേരിയ വഴി പോകുന്ന റൂട്ടുണ്ട്. ആ റൂട്ട് കുറച്ച് വളവും തിരിവൊക്കെയാണ്. എന്താ പറയുക, ഇവക്ക് കുറച്ച് ഛർദ്ദിക്കാനുള്ള ഛർദീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ആ ഒരു റൂട്ടൊന്ന് മാറ്റിയിട്ട് നമ്മൾ പാൽച്ചുരം കയറിയിട്ടാണ് പോകുന്നത്. പാൽച്ചുരം കയറിയിട്ട് നേരെ ബോയ്സ് ടൗൺ, അവിടെ നിന്ന് നേരെ മാനന്തവാടി ചെന്നിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പോഴത്തേക്ക് ഇവനൊന്ന് എഴുന്നേക്കും. അപ്പോഴത്തേക്കൊന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ആ ഒരു സുൽത്താൻ ബത്തേരി ഭാഗത്ത് ആ ഒരു കാരാപ്പുഴ ഡാമിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് നമ്മൾ പോവാണ്. എത്ര മണിക്ക് എത്തുന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ സമയം നിങ്ങൾ കണ്ടല്ലോ 12:20. ഒരു 2 മണി അല്ല ഒരു 3 മണിക്കുള്ളിൽ നമ്മൾ എന്തായാലും അവിടെ എത്തുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ഇവിടെ നെടുമ്പോയിലെത്തി. നമ്മളങ്ങനെ നെടുമ്പോയിൽ കഴിഞ്ഞു. നെടുമ്പോയിൽ നമ്മൾ ഒരു കൊട്ടിയൂര് അല്ലെ പേരാവൂർ ഭാഗത്തേക്ക് പോകുന്ന ആ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് കുറച്ചൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. വലിയ തിരക്കൊന്നും ഇല്ല റോഡ്. ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മളിന്ന് ഞായറാഴ്ചയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. വലിയ തിരക്ക് എന്ന് പറയാനില്ല. ഇവിടുന്ന് റൈറ്റിലേക്ക് നമ്മളൊരു ഷോർട്ട് കട്ടാണ്. ഈ കൊട്ടിയൂര് ഭാഗത്തേക്ക് പേരാവൂര് നമുക്ക് ടച്ച് ചെയ്യാതെ ഒരു റൂട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ റൈറ്റ് കയറുകയാണ്. ഇവിടുന്ന് കേളകം ആ ഒരു ഭാഗത്താണ് ഏകദേശം അത് ചെന്ന് കയറുക. ഇവിടുന്ന് റൈറ്റ്. ഇവിടെ ലെഫ്റ്റ് നിങ്ങൾക്ക് റോഡാണ്. ലെഫ്റ്റ് പോകുന്നത് നേരെ പേരാവൂരിലേക്കാണ്. പേരാവൂർ വഴി ഇരട്ടി അതുപോലെ തന്നെ കൊട്ടിയൂര് ഭാഗത്തേക്ക് പോവാം. നമ്മളിത് ഷോർട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കയറുകയാണ്. നമ്മളങ്ങനെ ആ ഒരു പേരാവൂർ കൊട്ടിയൂർ റൂട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ കടിച്ച മഞ്ഞളാമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്ന് കയറിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് പോകും. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരിട്ടി ഭാഗത്തേക്കാണ്. ഇരിട്ടി പേരാവൂർ റൂട്ടിലേക്കാണ്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് കേളകം കൊട്ടിയൂർ വഴി പാൽച്ചുരം കയറിയിട്ട് മാനന്തവാടിക്കുള്ള റൂട്ടിൽ. ഇപ്പം അടുത്തൊരു ടൗൺ എന്ന് പറയുന്നത് കേളകം ടൗൺ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മുഴുവൻ നല്ല കിടിലം പോലത്തെ റോഡാണ് കേട്ടോ. നമ്മളിപ്പോൾ കേളാൻ കഴിഞ്ഞിട്ട് കൊട്ടിയൂർ ഭാഗത്തേക്ക് പോവാണ്. നല്ല അടിപൊളിയായിട്ട് മെക്കാടം ചെയ്ത് ലൈനോട്ട് സെറ്റാക്കി ഇട്ടുണ്ട് കേട്ടോ. റോഡ് നല്ല അടിപൊളി റോഡാണ്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് റോഡ് കാലിയായതുകൊണ്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ പോവാം. ഇനി ഇവിടുന്ന് ബോയ്സ് ടൗണിലേക്ക് നമ്മൾ ഈ ഒരു റോഡ് ചെന്ന് കയറുന്ന ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടത്തേക്ക് 9.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നമ്മൾ ഏകദേശം കൊട്ടിയൂർ എത്താറായി കേട്ടോ. കൊട്ടിയൂർ ടൗൺ എത്തി. നമ്മളങ്ങനെ കൊട്ടിയൂരൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ടൗണും കൂടെ ഉണ്ട്, അമ്പായത്തോട് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാൽച്ചുരം കയറാൻ വേണ്ടി പോകും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു മഴയൊന്നും ഇല്ലാത്തൊരു സമയം, അതായത് നല്ല വേനൽ സമയത്താണ്.
നിങ്ങൾ ഇതുവഴി മഴക്കാലത്ത് നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇവിടെ ഈ പാൽച്ചുരം ഈ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊട്ടിപ്പൊളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പല സമയത്ത് റോഡ് ബ്ലോക്ക് ആക്കി ഇടുക, അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കുടുങ്ങി കിടക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ റൂട്ട് വഴിയുണ്ട്. അതുപോലെ തന്നെ കല്ലൊക്കെ ഈ ഒരു ചുരത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇളകി വരിക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ ഒരു പാൽച്ചുരത്തിലുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ചിട്ട് ഈ ഒരു മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് യാത്ര ചെയ്യാം. പോകുന്ന റൂട്ടിൽ ഈ പറഞ്ഞ ഈ ഒരു കൊട്ടിയൂരും കേരളത്തൊക്കെ ആരോടെങ്കിലും ഇപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക, വേറെ റൂട്ടിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് എന്നിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ യാത്ര ചെയ്യാം കേട്ടോ. ഈ ഒരു റൂട്ടിൽ ഈ ഒരു മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു മണ്ണിടിച്ചൽ, അതുപോലെ തന്നെ റോഡ് മൊത്തത്തിൽ പൊട്ടിപ്പൊളിയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം മൊത്തത്തിൽ ഈ ഒരു മഴയൊക്കെ മാറി ഇപ്പം നല്ല രീതിയിൽ റോഡ് ഇന്റർലോക്കൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു മാസം മുമ്പ് ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല റോഡായിരുന്നു. ഇപ്പോൾ വേറെ മഴയൊന്നും പിന്നെ അതിന് ശേഷം പെയ്തിട്ടില്ല, അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല കണ്ടീഷൻ തന്നെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ. ഞങ്ങൾക്ക് മുമ്പിൽ ആ ഒരു മലകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പായത്തോട് ഇവിടുന്ന് പാലയ്ക്ക്, കോട്ടയം പാലയ്ക്ക് സർവീസ് നടത്തുന്നൊരു KSRTCയുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ആണ് നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡ് കണ്ടത്. ഈ കാണുന്നതാണ് അമ്പായത്തോട് നടന്നത്. ടൗണ് ഇവിടെ വരെയാണ് ആ ഒരു വണ്ടി സർവീസ് നടത്തുന്നത്. കോട്ടയത്ത് നിന്ന് അമ്പായത്തോടിലേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ അമ്പായത്തോട് ടൗണും കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചുരം കയറി തുടങ്ങി. പാൽച്ചുരം സ്റ്റാർട്ട് ചെയ്തില്ല, കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാൽച്ചുരം റോഡ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളങ്ങനെ പാൽച്ചുരം ഒരു കയറ്റം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു 5 ഹെയർ പിൻ ഉണ്ട് മുമ്പിൽ, അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒരു 5 ഹെയർ പിന്നുകളാണ്. ഇതിനകത്ത് ഫസ്റ്റ് ഹെയർ പിന്നാണ് ഉണ്ടത്. ഈ ഒരു ഫസ്റ്റ് കഴിഞ്ഞ് അപ്പം തന്നെ സെക്കൻഡ് ഉണ്ട്. സെക്കൻഡിൽ ഇവർ ഈ ഒരു റോഡിന്റെ നിർമ്മാണം എന്താ പറയാ സെറ്റപ്പ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ മൊത്തത്തിൽ ഈ ഒരു വളവിൽ ഇന്റർലോക്ക് ചെയ്തേക്കാണ് കേട്ടോ. ഇത് അടിപൊളി പരിപാടിയാണ് ഈ ഇന്റർലോക്കിങ്. അതുപോലെ തന്നെ 2 കഴിഞ്ഞത് അടുത്ത 3ാമത്തെ വളവ്, അപ്പം തന്നെ ഈ ഒരു 3ാമത്തെ വളവിൽ ഇന്റർലോക്കിന്റെ സംഭവം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 2 കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അത് മുന്നിൽ ഇപ്പം തന്നെ മുന്നിലുണ്ട്. ഈ ഒരു വളവ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മുമ്പ് കാണാം കേട്ടോ ആ ഒരു 2 ഹെയർ പിൻ വെട്ട്. നമ്മളങ്ങനെ 5 ഹെയർ പിൻ വെന്റുകളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കാണുന്ന ഈ ഒരു കയറ്റം, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കയറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഇവിടെ നിന്നോട്ട് നല്ല സ്റ്റീപ്പായിട്ടാണ് ചുരം വരുന്നത് കേട്ടോ. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ. ഈ ഒരു പാൽച്ചുരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കയറ്റം ഭാഗം ഇതാണ്. പ്രത്യേകിച്ച് കയറിപ്പോകുന്നവരെക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇറങ്ങി വരുന്നവർ, അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ചുരം സെക്ഷൻ ഇതാണ്. പാൽച്ചുരം കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ബോർഡ് കാണാം, വെൽക്കം ടു വയനാട്. നമ്മളങ്ങനെ വയനാട് ജില്ല പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് മാനന്തവാടി, റൈറ്റിലേക്ക് കൂത്തുപറമ്പ്, നെടുമ്പോയിൽ. നമ്മൾ ആ ഒരു നെടുമ്പോയിൽ ഭാഗത്ത് നിന്ന് വരുന്ന റോഡ് ഇവിടെ നിന്നാണ് വരുന്നത്. നമ്മളങ്ങനെ ആ ഒരു ബോയ്സ് ടൗൺ എത്തി ഇവിടുന്ന് ലെഫ്റ്റ് പോവാണ്. ഒരു ആനവണ്ടി ഇറങ്ങിപ്പോണ്ട്, അത് ഇരട്ടിക്കുള്ള ആനവണ്ടിയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് തേയിലത്തോട്ടങ്ങൾ കാണാം, അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ തലപ്പുഴ ടൗൺ എത്തി. തലപ്പുഴ ഈ ഒരു ബോയ്സ് ടൗൺ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ടൗണാണ്. നമ്മളങ്ങനെ മാനന്തവാടി എത്തുന്നതിന് മുമ്പ് എരുമത്തേത് എന്ന് പറഞ്ഞ സ്ഥലത്ത്, എന്താ അതിൻ്റെ പേര്, റിലാക്സ് ഇന്നോ, റിലാക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇത് നമ്മളെ ആ ഒരു കയറി വന്ന റോഡാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാനന്തവാടിക്കാണ് പോകുന്നത്. ഫുഡ് കഴിച്ചു. കഴിക്കുന്ന സമയത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ തട്ടി അടിച്ച് കയറ്റി. ഞാൻ ബിരിയാണി കഴിച്ചത്, ഇവള് സാധാരണ ചോറ് കഴിച്ചു.
അപ്പോൾ ഇനി നേരെ അടുത്ത ലൊക്കേഷൻ ഇനിയിപ്പോൾ ഇട്ടേക്കുന്നത് നേരെ കാരാപ്പുഴ ഡാം. ഞാനപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇനി 37 കിലോമീറ്റർ കാണിക്കുന്നത്, 59 മിനിറ്റ്. ഇപ്പോൾ സമയം 2 മണിയായി, 2:59, അതായത് 3 മണിക്ക് അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മളെന്തായാലും ഇവിടുന്ന് വിടട്ടെ. ഇത് അടുത്തെന്താ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എന്തായാലും വിട്ടു കേട്ടോ. നമ്മളങ്ങനെ മാനന്തവാടി ടൗണ് കയറാതെ ഇവിടെ ഈ ഒരു മാനന്തവാടി ബൈപ്പാസിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ പനമരത്തേക്കാണ് നമ്മളെ യാത്ര കേട്ടോ. ഈ ഒരു ബൈപ്പാസ് വഴി പോകുന്നതാണ് ഏറ്റവും എളുപ്പം. റോഡ് നല്ല കാലിയായിട്ടുള്ള റോഡാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ പനമരം. നമ്മൾ എല്ലാ തവണയും കാണിക്കുന്ന ആ ഒരു പനമരം ടൗൺ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു ഏരിയ. 2 ഭാഗത്തും നല്ല തണൽ മരങ്ങളൊക്കെ ആയിട്ട് 2 സൈഡിലും വയലാണ്. വയലിൽ ഇപ്പം നിലവിൽ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം എന്താ പറയുക ഇതാക്കിയിട്ടേക്കാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ ഒരു ഫ്രെയിം ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ അധികം തവണ പോകുമ്പോഴും ഈ ഒരു കാഴ്ച കാണിച്ചു തരാറുണ്ട്. നമ്മളങ്ങനെ പനമരം എത്തി കേട്ടോ. നമ്മളങ്ങനെ ആ ഒരു സുൽത്താൻ ബത്തേരിക്കുള്ള റോട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ സ്ട്രൈറ്റ് മീനങ്ങാടി സുൽത്താൻ ബത്തേരി ആ ഒരു ഭാഗമാണ് വരുന്നത്. നമുക്ക് സുൽത്താൻ ബത്തേരി എത്തുന്നതിന് മുമ്പ് റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് ഈ റൂട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ. ഞാൻ കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ എവിടെ നിന്നുള്ള കാണിച്ചു തരാം. നല്ല അടിപൊളി മെക്കാർമ റോഡാണ്. അടിപൊളി റോഡാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ അങ്ങ് പോവാം. നമ്മളങ്ങനെ മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഒരു കൽപ്പറ്റ സുൽത്താൻ ബത്തേരി റോട്ടിൽ വന്ന് കയറാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ മീനങ്ങാടി ടൗൺ എത്തി. ഇവിടുന്ന് നമ്മളിനി ലെഫ്റ്റ് സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് പോവാണ്. നമ്മളെ മുമ്പിലായിട്ട് ഇനി ഇപ്പോൾ കാണാൻ പറ്റുന്നത് റോഡ് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ റോഡാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകും കേട്ടോ. മീനങ്ങാടി ടൗണിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റിലേക്ക് റോഡ് കാണാൻ പറ്റും. മീനങ്ങാടി കുമ്പളേരി റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് അപ്പം നമ്മൾ റൈറ്റിലേക്ക് കയറാണ് കേട്ടോ. ആ റോഡിലേക്ക് ആ ഒരു റോഡിലേക്ക് കയറിയല്ലോ. ആ ഒരു റോഡ് എന്ന് പറയുന്നത് മീനങ്ങാടിയിൽ നിന്ന് അമ്പലവയലിലേക്കുള്ള റോഡാണ്. നല്ല അത്യാവശ്യം മെക്കാടം റോഡാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫാൻ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കണ്ടു കേട്ടോ. ഇവിടെ കയറുന്ന ഭാഗമൊക്കെ അത്യാവശ്യം ഗഡ് സെക്ഷനാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു കുഴിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിലേക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ 1000 കൊല്ലി അമ്പലവയൽ. ഇതെവിടെ നമ്മളിപ്പോൾ ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. ആ ഒരു അല്ല ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഈ ഫാൻറ്റം റോക്ക്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. ഇവിടെ കുറേ കല്ലാണല്ലോ ദൈവമേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു പരിചയമില്ല. ഇവിടെ ഒരു വലിയൊരു കോറിയൊക്കെ ഇതേ കണ്ടോ. പക്ഷെ എൻ്റെ പൊന്നെ സെറ്റപ്പാണല്ലോ. അടിപൊളി അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്ക് ഇതേ ഒരു കല്ലൊക്കെ കാണുന്നു. സൂപ്പർ പ്ലേസ് ആണല്ലോ. ഇതൊരു പഴയ കോറിയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു പഴയ കോറിയാണിത്. അതിൻ്റെ സെറ്റപ്പാണ് മൊത്തം കാണുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലൊരു ഷെഡൊക്കെ കണ്ടോ. നമ്മളങ്ങനെ അമ്പലവയൽ ടൗണിലെത്തി കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് കാണിക്കുന്നത്. റൈറ്റിലേക്ക് കാരാപ്പുഴ റോഡ്, കാരാപ്പുഴ ഡാം റോഡ് കേട്ടോ. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ വടുവഞ്ചാൽ. ഇവിടെ നമുക്ക് ബോർഡ് കാണാം കേട്ടോ. റൈറ്റ് കാരാപ്പുഴ ഡാം. നമ്മളങ്ങനെ അമ്പലവയലിൽ നിന്ന് കയറിയിട്ട് അത്ര വലിയ നല്ല റോട്ടിൽ കൂടെ അല്ല പോകുന്നത്. സാധാരണ നോർമൽ ടാറിങ് ആണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടെ കാണിക്കുന്നുണ്ട്. ആ ഒരു റിസോർട്ടിലേക്കാണ് ഞാൻ മാപ്പ് ഇട്ടേക്കുന്നത്. ഒരു 3 കിലോമീറ്ററും കൂടെ ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നമുക്ക് അവിടെ ഒരു ബോർഡ് കാണാം, വിസ്താര 600 മീറ്റർ ബൈ ദ ലേക്ക്. അപ്പോൾ ഈ റോഡിലേക്കാണ് കയറി പോകേണ്ടത്. അപ്പോൾ ആ ഒരു റോഡ് കഴിഞ്ഞ് നമ്മളിത് അത്യാവശ്യം നല്ല റോഡിലേക്ക് കയറി. ഇത് കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്ക് വീടുകളാണോ ഹോം സ്റ്റേ ആണോ ഇത് കണ്ടിട്ട് ഇത് വീടാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ പോകുന്ന റൈറ്റ് സൈഡിലൊരു വീടൊക്കെ ഉണ്ട്. നമുക്ക് ഈ റിസോർട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഡാമാണ് കേട്ടോ. കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ തൊട്ട് പുറകിലൊരു വണ്ടിയും കൂടി ഉണ്ട്. അവരും ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിലെത്തി. വീട്ടുചേട്ടൻ വന്ന് നമുക്ക് അവർ നമ്മളെ പേര് കൺഫേം ചെയ്തു. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഈ ഒരു മെയിൻ റിസപ്ഷൻ ഏരിയ. ഇത് ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു സ്പേസാണ് പാർക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. മെയിൻ എൻട്രൻസ് ആ ഒരു ഗേറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ ഒരു റൂമിനകത്താണ്. ഈ റൂമിൻ്റെ വിശേഷങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കയറി വരുമ്പോഴുള്ള ആ ഒരു മെയിൻ ഡോറാണ് നിങ്ങളിപ്പോൾ ഈ ബാക്ക് സൈഡ് കാണുന്നത്. ഈ ഒരു ഭാഗത്ത് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ഡോർ വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു ഷെൽഫുണ്ട്. അതിനകത്ത് നമ്മളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ ബാഗ് സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതിനകത്ത് ഓൾറെഡി ബാഗും ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ചെറിയൊരു ടേബിളുണ്ട്. അതിൻ്റെ അടിയിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മളെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വെച്ചിട്ടുള്ളത്. അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഇത് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ മുകളിലും അതുപോലെ തന്നെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇവിടെ ഒരു ബ്ലൈൻഡ്സ് ഉണ്ട്. ഇത് നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത് ദേ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നമ്മുടെ ആ ഒരു സ്വിമ്മിംഗ് പൂളാണ് കാണാൻ പറ്റുന്നത്. ദേ ഈ ഒരു ഭാഗം റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ റിസപ്ഷൻ ഏരിയയും ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ. ദേ നമ്മളെ സ്വിമ്മിംഗ് പൂളാണ് ദേ ഈ കാണുന്നത്. പിന്നെ ദേ ഇവിടെ റൂമിൽ TV ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള കെറ്റിലും അതുപോലെ തന്നെ അതിൻ്റെ ചായ കോഫി അങ്ങനത്തെ അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെന്താ 4 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. AC ഉണ്ട് റൂമിൽ. ഇവിടെയും നമുക്കൊരു ഇത് വരുന്നുണ്ട്, വിൻഡോ വരുന്നുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നും നമ്മുടെ ആ ഒരു സ്വിമ്മിംഗ് പൂളിന് നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. ദൂരത്തായിട്ട് ആ ഒരു ഈ ഒരു ആംഗിളിൽ നിന്ന് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ആ ഒരു കാരാപ്പുഴ ഡാമിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ദൂരത്തായിട്ട് എന്തൊക്കെയോ റിസോർട്ടുകളോ അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഹൗസ് സെറ്റപ്പ് നമുക്ക് ദൂരെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മളെ മെയിൻ നമ്മുടെ ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെയുണ്ട്. ഇത് ഈ ഒരു ഭാഗത്ത് മെയിൻ, അതായത് ഈ ഒരു റൂമിൻ്റെ മെയിൻ എന്താ പറയുക ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ദേ ഇവിടുന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് കാണുന്ന ആ ഒരു ഡാമിൻ്റെ വ്യൂ ആണ്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പത്തേ നമ്മുടെ ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നീല ബ്ലൂ വൈറ്റ് ഇതിലാണ് ഇവർ ഈ ഒരു റൂം മൊത്തത്തിൽ ചെയ്തേക്കുന്നത്. ആ ഒരു ബെഡിനകത്തും ആ ഒരു ഇത് കാണാനുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു ബ്ലൂവിൻ്റെ ആ ഒരു ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. ദേ അവിടെ ആ ഒരു ഭാഗത്തൊരു മിററുണ്ട്. അതുപോലെ തന്നെ ദേ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ടെലിഫോൺ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദേ ഒരു സൈഡ് ടേബിള് ഇവിടെയും അവിടെയും ഈ ടേബിളിന് രണ്ട് സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട്. മുകളിൽ ഫാനുണ്ട്, ലൈറ്റ് അത്യാവശ്യം നല്ല വെളിച്ചം വേണ്ടവർക്ക് വെളിച്ചം അത്യാവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ റൂമിൻ്റെ ഉൾവശം. ഞാൻ ബാത്റൂം കൂടെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ബാത്റൂം അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ബാത്റൂമാണ്. ക്ലോസറ്റ് സംഭവങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല വൈഡാണ് കേട്ടോ ബാത്റൂം. ഇവിടെ ഒരു വലിയ മിററുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ബാൽക്കണി ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കർട്ടൻ ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഈ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂ കാണാം. കണ്ടോ, ഈ 2 കർട്ടൻ മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഡോറുണ്ട്. ഈ ഒരു ഡോറ് തുറന്നിട്ട് നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. കണ്ടോ, ഇപ്പോൾ സമയം വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് സൺസെറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യൻ അടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഭംഗി കാണാത്ത കേട്ടോ. ഇതിൻ്റെ ആ ഒരു അടിപൊളി വ്യൂ നമുക്ക് രാവിലെ കാണാൻ പറ്റും. ആ ഒരു രാവിലത്തെ സമയത്തെ വ്യൂവും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു 2 ടേബിളും 2 ചെയറും ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് സ്വിമ്മിംഗ് പൂളിൽ നിന്നുകൊണ്ട് നമുക്ക് കിടന്നുകൊണ്ട് നമുക്ക് ആ ഒരു സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ. നല്ല വൈബാണ്. ഈ ഒരു ഭാഗത്ത് എന്താ പറയുക, നമുക്ക് ഈ ഒരു ഇത് ഇവിടെ ഫെൻസ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്താണ് ആ ഒരു ഡാമിൻ്റെ സെക്ഷൻ വരുന്നത്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആമ്പലാന്ന് തോന്നുന്നു. ഒരു വയലറ്റ് കളർ ആമ്പൽ നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിടക്കുന്ന കാണാൻ പറ്റും. അത് നല്ല ഭംഗിയാണ്. ആ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ കുന്നുകളായിട്ട് ഇങ്ങനെ പൊങ്ങിക്കുന്ന സ്ഥലം. ഇതിങ്ങനെ മൊത്തത്തിൽ റിസർവോയർ ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു. ഈ ഒരു ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ഒന്നും കൂടി പറയാം കേട്ടോ. ഇവിടെ ആ ഒരു ഭാഗം റിസപ്ഷൻ അതുപോലെ തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഭാഗങ്ങൾ നമുക്ക് കാണാം. മെയിൻ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഇത്രയാണ് റൂമിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളിന്ന് താമസിക്കുന്ന ഈ ഒരു സ്കൈ വില്ല കാറ്റഗറിയിൽപ്പെടുന്ന ഈ ഒരു റൂമിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഈ ഒരു മറ്റൊരു സൈഡിൽ നിന്നുള്ള ഈ ഒരു റൂമിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു
ഡാമിൻ്റെ വേറൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു ലോൺ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു സ്കൈ വില്ല സെറ്റപ്പിലേക്കുള്ള നമ്മളെ റൂം ആ ഒരു മൂലയ്ക്കാണ് വരുന്നത്. മേളിലും താഴെയായിട്ടാണ് ഈ ഒരു റൂമുകൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ രണ്ടും 4 റൂമുകളാണ് ഇവിടെ വന്നേക്കുന്നത്. സ്കൈ വില്ല കാറ്റഗറിയിൽ പെടുന്ന റൂമുകളാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ലോൺ ഏരിയ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇവിടെ എന്താ പറയുക, നമുക്ക് വന്നിരുന്നിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ഊഞ്ഞാലും സംഭവങ്ങളും, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് കിഡ്സ് പ്ലേ ഏരിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ലോൺ ഏരിയയുടെ തൊട്ട് താഴത്തായിട്ടാണ് ആ ഒരു കോമൺ ആയിട്ടുള്ള പൂള് വരുന്നത്. അവിടെ നിന്നുള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് കേട്ടോ. കുറേ പിള്ളേരുടെയൊക്കെ സൗണ്ട് ഉണ്ട്. ഞാനിവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കിഡ്സ് പ്ലേ ഏരിയയോട് അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പേര് കറക്റ്റ് അറിയത്തില്ല. കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതാണ്. എന്താ പറയുക, നമുക്ക് കൊച്ചു കുട്ടികൾക്ക് ഫ്ലിപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ സെറ്റപ്പുള്ളൊരു സാധനമാണ്. അടിയിൽ സ്പ്രിങ് സംഭവങ്ങളൊക്കെ വരുന്നതാണ്. കുട്ടികൾ സേഫായിട്ട് ഇരിക്കും കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു റിസപ്ഷൻ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അവിടുന്ന് കുറച്ച് മാറുമ്പോഴത്തേക്ക് നമ്മളെ ആ ഒരു സ്കൈ വില്ല സെറ്റപ്പിലുള്ള ആ റൂമിൻ്റെ ബിൽഡിംഗ് കാണാൻ പറ്റും. അവിടുന്ന് കുറച്ചും കൂടി മാറുമ്പോഴത്തേക്ക് ദേ ആ ഒരു ഡാമിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഈവനിങ് ആണ്, നല്ല വൈബാണ് കേട്ടോ. ഇവിടെ പല ദിവസങ്ങളിലും പല ടൈപ്പാണ് ഈ ഒരു സ്കൈയുടെ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയാൻ കഴിഞ്ഞത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു പൂളാണ്. പൂളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇതേ അവൻ ചാടി ഇറങ്ങി കേട്ടോ. അവിടെ കുറച്ച് പിള്ളേരും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അങ്ങനെ പൂളിൽ കളിച്ചു. രാത്രി ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടോ. ആ ഒരു സമയത്തെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കയറിപ്പോയി, റൂമിലേക്ക് കയറിപ്പോയി. 8 മണി വരെ മറ്റോ ആണ് പൂളിന് അലോഡുള്ളത് കേട്ടോ. സമയം അങ്ങനെ 8 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇത്ര നേരം പൂളിലൊക്കെ കളിച്ചു. വന്നിട്ട് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഇവൻ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇവനിവിടുന്ന് ഫുഡ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഫുഡ് നേരത്തെ കൊണ്ടുവന്നു. അവന് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് ഇറങ്ങട്ടെ. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ റൂമിൽ നിന്ന് പൂളിലെ ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് പൂളിലേക്കുള്ള ആ ഒരു വ്യൂ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ഭാഗം റെസ്റ്റോറൻറ്റും, അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ലോൺ ഏരിയ ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടുന്ന് അടിപൊളി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരുന്ന കേട്ടോ. നൈറ്റിൽ വേറെ ലെവലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പൊളി. ഇതാണ് മെയിൻ റിസപ്ഷൻ ഏരിയ സംഭവങ്ങൾ വരുന്നത്. ഇവിടെയാണ് നമ്മളെ കാറൊക്കെ ഇടുന്ന കാർ പാർക്കിംഗ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു വനത്തിനകത്തുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ശരിക്കും. ഇവിടെ നിന്ന് ആ ഒരു ചീവിടുകളുടെ സൗണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഇതിവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, വെള്ളം ഒഴുകുന്നൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യലാണ്. അതിനകത്ത് മീനുകളുണ്ട് കേട്ടോ. അത് ഞാൻ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. അതിനകത്ത് നിറച്ചും കാർപ്പുണ്ട് കേട്ടോ. ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം ഈ ഒരു കാഴ്ച. ഇപ്പോൾ രാത്രി എന്തായാലും ആ മീനിനെ കാണത്തില്ല. നമ്മളിവിടെ താമസിക്കുന്ന റൂം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ടൈപ്പ് റൂമുകളാണുള്ളത്. ഒന്ന് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു 5 റൂമുകൾ, 1 2 3 4 5, ഈ 5 റൂമുകളും ഫുള്ളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ രാവിലെ പറ്റുമെങ്കിൽ ഞാൻ പരമാവധി നിങ്ങൾക്ക് ജസ്റ്റ് ആ റൂം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നുള്ളത് ഒരു ലക്ഷറി കാറ്റഗറിയിൽ പെടുന്ന ഒരു ടൈപ്പാണ്. പിന്നെ നമ്മളെ മിഡിൽ കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന റൂം. പിന്നുള്ളത് ആ ലക്ഷറി കാറ്റഗറി ഉള്ളത്, അതൊരു റൂം മാത്രമേ ഉള്ളൂ. അതിന് സെപ്പറേറ്റ് പൂളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ലക്ഷറി ആയിട്ടുള്ളതാണ്. മെയിനായിട്ട് ഈ ന്യൂ മാരീഡ് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള റൂമാണ് അത് അത്യാവശ്യം റേറ്റും കൂടുതലാണ്. അതിൻ്റെ റേറ്റ് താരിഫ് എങ്ങനെയാണ്, ഇതിൻ്റെ താരിഫ് എങ്ങനെയാണ്, നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ താരിഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.
അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൊടുക്കാം. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ രാവിലെ ആ ഒരു റൂമും അതുപോലെ തന്നെ ഈ ഒരു റൂമും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അവനെ ഉറക്കിയിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത് സൂപ്പ്, ഇത് ചിക്കൻ ഹോട്ട് ആൻഡ് സോർ ചിക്കനാണ്. പിന്നെ ചപ്പാത്തി അവിടെ അതേതായിരുന്നു പറഞ്ഞാൽ ബട്ടർ ചിക്കനാണ്, ബട്ടർ ചിക്കൻ. പിന്നെ ഒരു ഷെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇത്ര ഐറ്റംസാണ് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിക്കട്ടെ. സമയം രാവിലെ 6 കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ക്യാമറ തിരിച്ച് നിങ്ങൾ കണ്ടാൽ ഞെട്ടും, അത്രയും ഭയങ്കര അടിപൊളിയാണ്. മൊത്തത്തിൽ ഇത് കോട കയറിയിട്ട് ഇത് മൂട്ടി കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗം നോക്കിയോ, നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ആ ഒരു ഭാഗം നോക്കിയോ. അതുപോലെ തന്നെ ഈ സൈഡ് കണ്ടോ നിങ്ങൾ. ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റുമായിരുന്നു, ബട്ട് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഇങ്ങനെ കോട മൂടിയിട്ടുള്ള കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ കണ്ട ഇങ്ങനെ കോട ഇങ്ങനെ മൂട്ടി നിൽക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. സമയം അങ്ങനെ രാവിലെ 8 മണിയായി കേട്ടോ. ഈ ഒരു സമയത്തും ദേ അവിടെ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടില്ല. മൊത്തത്തിൽ ഇപ്പോഴും ദേ മൂടി നിൽക്കുകയാണ്. സ്വിമ്മിംഗ് പൂൾ ഭാഗം കുറച്ച് ക്ലിയർ ആയി കേട്ടോ. ഈ ഒരു ഭാഗം കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്, ബട്ട് നമുക്ക് ആ ഒരു ഡാമിലേക്ക് നോക്കുന്ന വ്യൂ ഇത്ര നേരമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടില്ല. നമുക്ക് ഇന്നലെ ആ ഒരു ബാക്ക് സൈഡിൽ മലകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു, കുറച്ച് ഹൈറ്റുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു, ബട്ട് ഇന്നൊന്നും കാണാനില്ല. അതുപോലെ തന്നെ വെള്ളത്തിലെ ആ ഒരു ആമ്പൽ മൂടിക്കിടക്കുകയാണ്. അത് വെളിച്ചം വന്നാലേ അത് തുറന്നു വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം മൂടി നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു വൈബ് അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഓപ്പൺ ആണ് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു ഡാമിൻ്റെ വ്യൂ കാണാം. രാവിലെ ആയതുകൊണ്ട് മൊത്തത്തിൽ കോട മൂടിയിട്ടാണ് കേട്ടോ. ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. സമയം ഇപ്പം രാവിലെ ഒരു 9 മണിയായി കേട്ടോ. ഈ ഒരു സമയത്താണ് ഇവിടുത്തെ ഈ ഒരു മഞ്ഞൊക്കെ ഒന്ന് മാറിയിട്ട് ആ ഒരു ഭാഗം ഇപ്പോൾ ക്ലിയറായി തുടങ്ങിയത്. നിങ്ങൾക്കറിയാമല്ലോ രാവിലത്തെ ആ ഒരു സമയത്തെ വ്യൂ എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ നിങ്ങൾ വ്യൂ ഉണ്ടോ, മൊത്തത്തിലൊന്ന് മഞ്ഞൊന്ന് മാറി കേട്ടോ. നല്ല അടിപൊളി, ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, അതായത് ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഇവർ ചെയ്ത ഈ ഒരു വർക്കാണ് കേട്ടത്. അതിനകത്ത് മീനുണ്ടോ, നിങ്ങൾ നിറച്ച് മീനുണ്ട് അതിനകത്ത്. വലിയ കാർപ്പാത്ത് ഒഴുകുന്നതും വലിയ സൈസ്, അടിപൊളി. ബേസ് കാറ്റഗറിയിൽപ്പെടുന്ന പ്രീമിയം ലേക്ക് വ്യൂ റൂംസാണ് ഇവിടെ ഈ 4 കാണുന്നത്. ഇതിനകത്ത് ഒരു റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കയറി വരുമ്പോഴത്തേക്കന്നെ ഈ ഒരു ഭാഗത്ത് കബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ലെഫ്റ്റ് ബാത്റൂം ഉണ്ട്. ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. വാഷ് ബേസിന് അതുപോലെ തന്നെ
യൂറോപ്യൻ ക്ലോസറ്റ്, ഷവർ ഏരിയ സംഭവങ്ങളുണ്ട്. പിന്നെ വേറൊരു സംഭവം എടുത്തു പറയാനുള്ളത്, ഈ ഒരു ബാത്റൂമിലൊരു ബ്ലൈൻഡ്സ് ഉണ്ട് കേട്ടോ. ഇത് പൊന്തിച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിനകത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ബ്ലൈൻഡ്സ് പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിന് ഉൾവശം കാണാൻ പറ്റും. ഇനി നമ്മൾ ബെഡ്റൂമിൻ്റെ അകത്തെ വശം കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തും ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു മിനി ബാർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കുപ്പി വെള്ളം, അതുപോലെ തന്നെ ഒരു കെറ്റിൽ, ടീ കോഫി മേക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് TV നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ നീളത്തിൽ ഒരു കബോർഡ് ഇങ്ങനെ നീളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചെയർ ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് ബെഡ് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ആ ഒരു ഭാഗത്ത് മിററുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ബാത്റൂമിൽ നിന്നുള്ള ആ ഒരു വിൻഷീൽഡാണ് കാണുന്നത് കേട്ടോ. അത് അകത്തുനിന്നാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അകത്തുനിന്ന് അവർക്ക് താത്തും പൊന്തിക്കുകയും ചെയ്യാം. ഇവിടെ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഒരു മിററുണ്ട്. പിന്നെ 2 ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ആ ഒരു സൈഡ് ബെഞ്ച് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയും ഈ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്കൈ വില്ല, നമ്മൾ താമസിക്കുന്ന ആ ഒരു റൂമിനകത്ത് നിന്ന് ഉള്ളതുപോലത്തെ വ്യൂ നമുക്ക് ഇവിടെയും കിട്ടും. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഇവിടെ ഡോറ് വരുന്നുണ്ട് കേട്ടോ. സ്ലൈഡിങ് ഡോർ വരുന്നുണ്ട്. 2 സ്ലൈഡിങ് ഡോർ. നമ്മൾ ആ റൂമിൽ കണ്ട അതേ രീതിയിൽ 2 സ്ലൈഡിങ് ഡോർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഈ ഒരു ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ലോൺ ഏരിയ, അതായത് ഇതിൻ്റെ തൊട്ട് താഴെ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു ലോൺ ഏരിയ, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആ ഒരു പൂളും സംഭവങ്ങൾ കാണാം. അതിന് മുമ്പിലായിട്ട് ആ ഒരു എന്താ പറയുക ഡാമിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റൂമിൻ്റെ, അതായത് ഈ ഒരു ബേസ് കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു റൂമിൻ്റെ ഈ ഒരു 4 റൂം ഈ ഒരു രീതിയിലാണ്. ഇനി ഇതിനകത്ത് തന്നെ ഈ ഒരു ഫ്ലോറിൽ തന്നെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഒരു സ്യൂട്ട് റൂം വരുന്നുണ്ട്. ആ ഒരു റൂം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആ ഒരു ബേസ് കാറ്റഗറിയുള്ള ഈ ഒരു 4 റൂം കഴിഞ്ഞാൽ ഈ ഒരു എൻഡിലായിട്ട് 505 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂം കൂടെയുണ്ട്. ഇത് അത്യാവശ്യം സ്യൂട്ട് റൂമാണ്. ഒരു ഓഫീസ് ടൈപ്പ് ഇവർ സെറ്റ് ചെയ്തേക്കാണ്. ഈ ഒരു ഭാഗത്ത് ചെയറും ഒരു 4 ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മൊത്തത്തിൽ മാറ്റാണ്. നമ്മൾ ആ ഒരു 2 റൂം കണ്ടതിനേക്കാളൊക്കെ മൊത്തത്തിൽ മാറ്റാണെന്ന് പറയാം. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു 4 സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ടേബിളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എക്സിറ്റ് ഉണ്ട്, അതായത് ഡയറക്റ്റ് എക്സിറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു കട്ട മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് എക്സിറ്റ് ഉണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഈ ഒരു ഫ്രണ്ട് ഭാഗം വഴിയല്ലാതെ ഇതുവഴി നമുക്ക് കയറി വരാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബെഡ്റൂം ഇവിടെ നിന്ന് കാണിച്ചു തരാം. ബെഡ്റൂം അത്യാവശ്യം മറ്റേ ആ റൂം പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു റൂമിൽ നിന്നും നമുക്ക് ആ ഒരു പുറത്തേക്കുള്ള ആ ഒരു ഡാമിൻ്റെ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബേസ് കാറ്റഗറിയിൽ പെടുന്ന ആ ഒരു റൂം എങ്ങനെയാണോ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു ഡോറും വിൻഡോസും അതുപോലെ തന്നെ പുറത്തേക്കുള്ള ആ ഒരു ബാൽക്കണി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ 2 ടേബിൾ ചെയർ ഇട്ടിട്ടുണ്ട്, ഒരു ടേബിളുണ്ട്. ബാക്കി സംഭവങ്ങളൊക്കെ സെയിം ആണ്. ആ ഒരു രീതിയിൽ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ബാത്റൂമും സംഭവങ്ങളും ആ രീതിയിൽ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അവിടെ ഒരു ചെറിയൊരു വിൻഡോ, അതായത് ഒരു ചെറിയൊരു വിൻഷീൽഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പുറത്ത് നമ്മളെ ആ ഒരു ബേസ് റൂമിനകത്ത് കുറച്ച് വലുപ്പമുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ചെറുതാണ്. ബാത്റൂമൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ്. ആ ഒരു ഷേപ്പിനകത്തുള്ള ആ ഒരു ചെറിയ, അതായത് ഇതിൻ്റെ പൊസിഷനിനകത്തുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലോസറ്റ്, അതുപോലെ തന്നെ ഷവർ ഏരിയ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ ഒരു സ്യൂട്ട് റൂം കേട്ടോ. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഈ ഒരു ഡിസൈനും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ കൺസെപ്റ്റ് തന്നെ മൊത്തത്തിൽ മാറ്റമാണ്. നിങ്ങൾക്ക് ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവത്തില്ലേ. ഈ ഒരു ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ബേസ് കാറ്റഗറി പെടുന്ന ആ ഒരു റൂമുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, റിസപ്ഷൻ ഏരിയാസ് ഈ ഒരു ഏരിയയിലാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ലാസ്റ്റ് കയറിയേക്കുന്ന ആ ഒരു സ്യൂട്ട് റൂം, മറ്റുള്ള ആ ഒരു പ്രത്യേക തരം കോൺസെപ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു സ്യൂട്ട് റൂമാണിത്. അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കണ്ടോ. ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്ന് ഒരു എക്സിറ്റ് ഉണ്ട്, എൻട്രി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു എൻട്രി വരുന്നത് ഈ ഒരു വശത്തൂടെയാണ് കേട്ടോ. എൻട്രൻസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു സൈഡിലാണ് ഇവർ റോയൽ വില്ല എന്ന് പറഞ്ഞിട്ടൊരു 3 സെക്ഷനാക്കിയിട്ട് 6 റൂംസാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ 1, 2, 3, 4 പിന്നെ ഇവിടെ 5, 6 മൊത്തത്തിൽ 6 റൂമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ റൂമിനകത്തെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം.
ഈ ഒരു 2 ടൈപ്പ് റൂമുകൾ, അതായത് ഈ ഒരു റോയൽ വില്ലയും അതുപോലെ തന്നെ ഈ ഒരു സ്കൈ വില്ലയും തമ്മിൽ ചെറിയ വ്യത്യാസമാണുള്ളത്. ഇതിൻ്റെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇതേ കണ്ടില്ലേ, ആ ഒരു നല്ലൊരു ഭാഗം നമുക്ക് ആ ഒരു ഡാമിൻ്റെ വ്യൂ കാണാൻ പറ്റും. നമ്മൾ നിന്നേക്കുന്ന ആ റൂം ആ ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന റോയൽ വില്ലയാണ്. ഇതിൻ്റെ ആ ഒരു അകത്തെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് അത്ര വലിയ വ്യൂ ഇല്ല, ബട്ട് നല്ലൊരു വ്യൂ കിട്ടുന്നത് ഈ ഒരു ഭാഗത്താണ്. 301 എന്ന് പറയുന്ന ഈ ഒരു റോയൽ വില്ലയുടെ അകത്തെ വിശേഷങ്ങളാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് റൂം നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ബാർ കൗണ്ടർ സെറ്റപ്പിൽ ഒരു ഏരിയ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അവിടെ റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കലാരൂപങ്ങൾ ടൈപ്പ് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ ഒരു ആംബിയൻസ് നമുക്ക് ഒരു എന്താ പറയുക, ബാർ കൗണ്ടർ ആംബിയൻസ് ആണ് കേട്ടോ മൊത്തത്തിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. അതായത് ഈ ഒരു ലിവിങ് റൂമിനകത്തുനിന്ന് നമുക്ക് പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട്. അതാണ് നിങ്ങളിത് ഈ ഒരു ഭാഗം കാണുന്നത്. ഇവിടെ നിന്നുള്ള ആ ഒരു ഫ്രണ്ടിലേക്കുള്ള ഡാമിൻ്റെ വ്യൂ ആണ് ഇത് നിങ്ങളാ കാണുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടത്തില്ല. ഇത് ഇവിടെ കുറച്ച് ഭാഗം കര, അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡാമിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി ഇതിനകത്തെ ആ ഒരു ബെഡ്റൂം സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് നേരെ ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് പ്രവേശിക്കാം. ഇത് 2 പാർട്ടായിട്ടാണ് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ലിവിങ് റൂം, അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ബാത്റൂം കാണാം. ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടുത്തെ എല്ലാ ബാത്റൂമും ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം, നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല വിശാലമായിട്ട്, അങ്ങനെ ഒരു ഇറുങ്ങിയ ഒരു ബാത്റൂമല്ല. ക്ലോസറ്റ് സംഭവങ്ങൾ, ഇവിടെ വാഷ് ബേസ്, ഒരു വലിയൊരു മിററുണ്ട്. ഇവിടെ ബെഡ്റൂം സെക്ഷൻ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മൊത്തത്തിലായിട്ട് ആ ഒരു കബോർഡ് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴകിയ റൂമാണ്. ഞാൻ ആ ഒരു ബേസ് കാറ്റഗറിയിൽ പെടുന്ന ആ ഒരു റൂംസ് കാണിച്ചു തന്നില്ലേ, ആ ഒരു റൂമിനെ ആണ് ഏറ്റവും ഇവിടുത്തെ പുതിയ കാറ്റഗറിയിൽ പെടുന്ന റൂം. അതായത് പുതിയ കാറ്റഗറി മീൻസ് പുതിയ ബിൽഡിങ്, അതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കുറച്ച് മാറ്റം തോന്നുന്നത്. ഇത് കുറച്ച് പഴകിയ ആ ഒരു മോഡലാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു അതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നില്ല. ഈ റൂം കയറുമ്പോൾ തന്നെ മൊത്തത്തിലൊരു പഴയ ഒരു ഫീലാണ്. ഈ ഒരു ഭാഗത്ത് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് ഇവിടെയാണ്, 2 സൈഡ് ടേബിൾ, AC, ഫാന് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും നമുക്ക് ബാൽക്കണി ഉണ്ട്. അതായത് ഈ ഒരു റോയൽ വില്ലയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ 2 ബാൽക്കണി ഉണ്ട്. ലിവിങ് റൂമിൽ നിന്നും അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണി ഉണ്ട്. ഇതും തുറന്നിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. ഇവിടുന്ന് നമുക്ക് ആ ഒരു ഡാമിൻ്റെ വ്യൂ നമുക്ക് ഇതേ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ആ ഒരു ഡാം നമ്മൾ ആ ഒരു ഭാഗത്താണ് ആ ഒരു ലിവിങ് റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ വരുന്നത്. ഇത് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇതും കുഴപ്പമില്ല, ഇതും അത്യാവശ്യം നല്ല റൂമാണ്. ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊന്ന് സ്കൈ വില്ലേനേക്കാളും കുറച്ചും കൂടെ ഒരു ലിവിങ് റൂം എക്സ്ട്രാ ഉണ്ട്. നമുക്ക് സ്കൈ വില്ലക്ക് അങ്ങനെ ഒരു ലിവിങ് റൂം വരുന്നില്ല. ബട്ട് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ, ആ ഡാമിൻ്റെ വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടുന്നത് ആ ഒരു സ്കൈ വില്ലയും അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ആ ഒരു പൂൾ വില്ലയാണ് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. ബട്ട് ഈ പറഞ്ഞ പോലെ ദേ ഇവിടെ കണ്ടോ, ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ എന്താ കുറച്ച് കാട് പിടിച്ച ലാൻഡാണ്. ഇത് കഴിഞ്ഞിട്ടേ ആ ഒരു ഡാം വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങളെ ഇഷ്ടം. നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് റോയൽ വില്ല ബുക്ക് ചെയ്യാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്കൈ വില്ലയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഇതാണ് റോയൽ വില്ലയിലെ വിശേഷങ്ങൾ കേട്ടോ. ഇത്തരത്തിലുള്ള 6 റൂംസാണ്, റോയൽ വില്ലാസാണ് ഇവിടെ ഉള്ളത്. സമയം അങ്ങനെ രാവിലെ 9:30 9:30 സമയത്തെ ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടോ. താഴ്ഭാഗത്ത് ആ ഒരു ആമ്പലൊക്കെ വിടർന്ന് വന്നിട്ടുണ്ട്. നല്ല ഭംഗി, ആ ഒരു വയലറ്റ് കളറിലെ ആ ഒരു ആമ്പൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഇതേ ആ ഒരു ലാൻഡ്, ആ ഒരു കര നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. കുറേ പശുക്കൾ അവിടുന്ന് പുല്ല് മേയുന്നുണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്ന റൂമാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ റൂം വരുന്നത് കേട്ടോ.
നമ്മുടെ ആ ഒരു പൂളാണ് നിങ്ങളിതേ കാണുന്നത്. രാവിലെ തന്നെ ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ, നമ്മളും ഇറങ്ങിയിട്ടില്ല. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് പോകേണ്ട പരിപാടി നോക്കുകയാണ് കേട്ടോ. സമയം അങ്ങനെ രാവിലെ 10:15. അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ ഈ ഒരു സ്കൈ വില്ലയുടെ തൊട്ട് മുമ്പിലത്തെ നമ്മുടെ പുറകിലായിട്ട് ആ ഒരു ഡാം സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ ചെക്ക് ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സമയത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ.